എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേങ്ങ അരച്ച മീൻകറിയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു വെളിച്ചെണ്ണയുടെ ചൂടിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവില്ലാത്ത കളറുള്ള മുളക് പൊടി. പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാറിലേക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങയുണ്ട്. 2-3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ തണ്ട് കറിവേപ്പില ചേർക്കാം. അതിൻ്റെ കൂടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരപ്പ് അരച്ചെടുക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ 3-4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള കൊടംപുളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ കൊടംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. 5 മിനിറ്റ് കുതിർത്തി വെച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് കൂടി ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് മീൻ ചേർക്കേണ്ടത്. തിളച്ച് വന്നതിന് ശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് അരപ്പിൻ്റെ കുത്ത് നന്നായി മാറി കിട്ടുന്നത്. അതിന് ശേഷം മാത്രം മീൻ ചേർക്കുക. പച്ചത്തേങ്ങ അരച്ചതുകൊണ്ടാണ്. ഏത് മീനും ഉപയോഗിക്കാം. ചെറിയ ചാള മുതൽ ഏത് വലിയ മീനും നമുക്ക് ഇത്തരത്തിൽ കറി വയ്ക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മീൻ നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. ചാറ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മീനിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടി ഒരു ചെറിയ പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി ചെറിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ഒരു വറ്റൽമുളകും ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഈ ഒരു മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒഴിവാക്കാം. വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ട് വെക്കണം എന്നുള്ളവർക്ക് ഈ ഉള്ളി താളിച്ചൊഴിക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഈ ഒരു മീൻകറി തയ്യാറാക്കിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞെടുത്ത് സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ അരച്ച് വെച്ചതാണെങ്കിലും ഈ ഒരു മീൻകറി 2 ദിവസം വരെയൊക്കെ കേടാവാതിരിക്കും. നല്ലതുപോലെ അടച്ചു മൂടി വെക്കണം. അതുപോലെ ഇട്ട സ്പൂണ് പിന്നെയും ഇട്ട് എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.